എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ മദറിന്റെ മറ്റൊരു പുതിയ സെഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്നത്തെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഡിവൈൻ മദറിന്റെ ഒരു പുതിയ ചുവടുവയ്പ്പിനെ പറ്റി പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അമ്മമാരെ ഒരുമിച്ച് കൂട്ടി, അമ്മമാർക്ക് പലപ്പോഴും പലതരം സങ്കടങ്ങളുണ്ട്, അവരെ കേൾക്കാൻ ആളില്ല, അവര് ചെയ്യുന്നതൊന്നും ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അവർക്ക് വരുമാനമില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് സന്തോഷമില്ല. അപ്പോ അത് ഞങ്ങൾ ആദ്യ പടിയായിട്ട് അവർക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും അവരെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാനും മറ്റുള്ള സുഹൃത്തുക്കളുമായി ഒന്ന് പരിചയപ്പെടുത്തി ഒരുമിച്ച് ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാനുമാണ് ഡിവൈൻ മദർ കഴിഞ്ഞ ഒരു വർഷമായി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അടുത്ത പടിയായി അവർക്ക് ചെറിയ തോതിലെങ്കിലും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സാന്നിധ്യം ഒന്ന് അറിയിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ പടിയായിട്ട് നമ്മൾ ഇന്നത്തെ സാറിന്റെ സെഷൻ അടുക്കള തോട്ടത്തെ പറ്റിയാണ്. അപ്പോ തീർച്ചയായിട്ടും എല്ലാ അമ്മമാർക്കും നമ്മുടെ വീട്ടിലെ നല്ല ഭക്ഷണം വിളമ്പാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃഷിയുടെ ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ, മണ്ണുമായിട്ടൊരു സമ്പർക്കം വരുത്താനൊക്കെ ഉതകുന്ന ഒന്നാണ് വീട്ടില് ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം ആരംഭിക്കുന്നതിലൂടെ നടക്കുന്നത്. അപ്പോ ഇത് ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ചില പച്ചക്കറികൾ നമ്മുടെ വീട്ടില് കൂടുതലായിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോ മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ നമ്മളത് ഏതെങ്കിലും ഒരു ഇടം കണ്ടുപിടിക്കണം. ആ ഒരു ഇടത്തില് നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റണം. പണ്ടൊക്കെ നമുക്ക് കളത്തട്ടുകളും പിന്നീട് അങ്ങോട്ട് വായനശാലകളും ഒക്കെ ഈ ഒരു കാര്യം നിർവഹിച്ചു വന്നിരുന്നു. അതൊക്കെ തന്നെയും മിക്കവാറും പുരുഷന്മാരായിരുന്നു കൂടുതലായിട്ട് അങ്ങനെയൊക്കെ പോകാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാല് ഇത്തവണ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ സാറിന്റെ തന്നെ വാനപ്രസ്ഥം ക്ലാസ്സുകൾ മിക്ക ജില്ലകളിലും ആയി കഴിഞ്ഞു. തൃശ്ശൂർ ഉടനെ ആരംഭിക്കുന്നുണ്ട്, എറണാകുളത്തുണ്ട്, ആലപ്പുഴ, കോട്ടയത്ത് രണ്ടിടത്തുണ്ട്. അപ്പോ ഇവിടങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ വാനപ്രസ്ഥത്തിന്റെ ആ ക്ലാസ് നടക്കുന്നിടത്തേക്ക് 1 മണിക്കൂറെങ്കിലും ചെന്നിരുന്ന് അവിടെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒത്തുചേരാം. അതുമല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ ഡിവൈൻ മദർ മെമ്പേഴ്സ് കൂടുതലുള്ളത്, നിങ്ങൾ അവിടെ ഇനിഷ്യേറ്റ് ചെയ്ത് കുറച്ച് വീടുകളിലേക്ക് ഈ ഒരു ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള ഏതെങ്കിലും വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂൾ ഗ്രൗണ്ടിലോ ഒക്കെ നമുക്ക് ഇത് തുടങ്ങാം. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാനമാകുന്ന രീതിയിൽ ഇതിനെ നമുക്ക് കച്ചവടം ചെയ്യുകയും ചെയ്യാം. ഇത് മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കുട്ടികൾക്ക് പലതരം വാസനകളുണ്ട്. നമ്മളിൽ പലരും ഇപ്പോൾ തന്നെ കണ്ടുവരുന്നുണ്ട്, ഡിവൈൻ മദറിൽ എത്രയോ നല്ലതായിട്ട് കവിത ചൊല്ലുന്നവര്, പാട്ട് പാടുന്നവര്, പെയിന്റിങ് ചെയ്യുന്നവര്, പല പല കൗതുക വസ്തുക്കൾ ഉണ്ടാക്കുന്നവര്, കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ എല്ലാ പ്രോഡക്ട്സും അല്ലെങ്കിൽ നമ്മളുടെ കരവിരുതുകളൊക്കെ നമുക്ക് പ്രദർശിപ്പിക്കാം. നമുക്ക് മ്യൂസിക്കോ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പാട്ടുകള്, ഇതൊക്കെ ഉള്ള ഒരു ആ നല്ല ഇടത്തിൽ നമുക്ക് ആസ്വദിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കൂടി വന്നാല് നമുക്ക് നമുക്ക് കൈമാറാം. ഇങ്ങനെ കേൾക്കുന്നില്ല സർ? കണക്ഷൻ പോയി. കേൾക്കാം. അപ്പോ ഇങ്ങനെയുള്ള അവിടെ നമുക്ക് എന്തൊക്കെ സാധ്യമാകും എന്നുള്ള കാര്യങ്ങള് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. പക്ഷെ ഈ ഒരു ആശയം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. എപ്പോഴും മനുഷ്യൻ സമൂഹ ജീവി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ അതിനുള്ള ഒരു ഇടങ്ങളൊന്നും ഇല്ല. അപ്പൊ സാറ് പറയുന്ന പോലെ എല്ലാ അന്നവും കറക്റ്റ് ചെയ്യുന്ന ഒരു ഇടം നമുക്ക് ഒരുക്കാൻ പറ്റുവാണെങ്കിൽ, നമ്മുടെ കുട്ടികൾക്ക് ഒരു വേദി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, നമ്മൾക്കൊന്ന് ഒത്തുകൂടാൻ പറ്റുവാണെങ്കിൽ ഇപ്പോഴുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി. അമിതമായ ഉത്കണ്ഠയും സ്ട്രെസ്സും ഇതൊക്കെ നമ്മളെ വിട്ടുമാറും. ഒപ്പം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാൻ ഒരേ മനസ്സുള്ളവർ ഒരുമിച്ച് ചേരുമ്പോൾ കിട്ടുന്ന ആ ഊർജം, അത് നമുക്ക് നമുക്ക് വളരെ കാര്യക്ഷമമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വാനപ്രസ്ഥം ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അതുവഴി നിങ്ങൾ എന്ത് തന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിച്ച് ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയാല് നമ്മൾക്ക് നമ്മളുടെ തന്നെ ആൾക്കാരിലേക്ക് നല്ല ഭക്ഷണം എത്തിക്കാൻ പറ്റും. ഇങ്ങനെ പല ആശയങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അങ്ങനെ ഒരു നല്ല ഇടത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിന്റെ ആദ്യ പടിയായിട്ട് നമ്മുടെ ദയാൽ സാർ ഒരു പച്ചക്കറി തോട്ടം എങ്ങനെ ഒരുക്കാമെന്നും ആരോഗ്യ സംരക്ഷണത്തിന് അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുവെന്നും നമ്മളോട് സംസാരിക്കും. സാറിനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഞങ്ങളുടെ ഇന്നത്തെ സെഷനിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഓവർ ടു യു സർ. ഓക്കെ, അതായത് നമ്മളുടെ ഇന്നത്തെ വിഷയം
അടുക്കളത്തോട്ടവും ആരോഗ്യവും എന്നുള്ള വിഷയമാണ് എടുത്തിരിക്കുന്നത്. നല്ലതാണ് അമ്മമാർ അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങുമെങ്കിൽ. ഇറങ്ങണം, എല്ലാവരും ഇറങ്ങിയേ പറ്റൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നത് മുഴുവൻ വിഷമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. സകല മനുഷ്യർക്കും അറിയാവുന്നൊരു കാര്യമാണ്. മാർക്കറ്റിൽ നമുക്ക് ഇന്ന് കിട്ടുന്നത് മുഴുവൻ വിഷമാണ്. വിഷം മാത്രമല്ല, അതിനകത്ത് പോഷകമൂല്യങ്ങളും കുറവാണ്. അപ്പൊ ഈ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ കുട്ടികൾ, നമ്മളും നമ്മുടെ കുട്ടികളും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ വിഷമായിരിക്കുകയും ഭക്ഷണം കഴിച്ചിട്ട് ആരോഗ്യം നിലനിർത്താമെന്ന് ആർക്കെങ്കിലും വിചാരിക്കാൻ പറ്റും? അതുകൊണ്ട് മാർക്കറ്റിൽ കിട്ടുന്നത് വിഷമാണ്. വിഷം കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് നമ്മൾ ഒരു സ്വന്തമായി ആവുന്നത്ര ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് നമ്മൾ മാറണം. പിന്നെ നമ്മൾക്ക് വരുമാനമുണ്ടാക്കുന്ന തരത്തിലേക്ക് ഏതെങ്കിലും വീട്ടമ്മമാർക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴിയുണ്ട്. ഇപ്പോ ആൾറെഡി ഉണ്ട്, മാർക്കറ്റിങ്ങിനുള്ള ഒരു സംവിധാനമായിട്ടുണ്ട്. വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് നമ്മൾ തരും. പ്രൊഡക്റ്റുകൾ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാൻ ഒരു സംവിധാനം, ഹോം ഷോപ്പി സംവിധാനം ആൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് 15ഓളം ഹോം ഷോപ്പികൾ സ്ത്രീകൾ വീട്ടമ്മമാരുടെ മേൽനോട്ടത്തിൽ മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. കുറെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുമായിട്ടൊരു ലിങ്ക് വേണമെങ്കിൽ നമുക്ക് വരുത്താവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നിയത് എല്ലാവരും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതിനുള്ള ട്രെയിനിങ്ങോ ഗൈഡ് ലൈൻസോ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, മിനിഞ്ഞാന്ന് 4-ാമതുള്ള ഒരു വീട്ടമ്മ പാലക്കാട് നിന്നും വിളിച്ചു. അവരുടെ ഹസ്ബൻഡ് കിടപ്പിലാണ്, 50 വയസ്സേ ഉള്ളൂ, കിടപ്പിലാണ്. പൂജാരിയാണ്, എഞ്ചിനീയർ ആയിരുന്നു. ആ ജോലി മാറ്റി വെച്ചിട്ട് പൂജാരിയാകാൻ, നല്ല കാര്യം ചെയ്യാൻ ഇറങ്ങിയതാണ്. പക്ഷേ പൂജ ചെയ്ത് അദ്ദേഹം കിടപ്പിലായിരിക്കുന്നു. ഞാനിത് അവരെന്നെ കോണ്ടാക്ട് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ കർപ്പൂരം, ഈ കർപ്പൂരത്തിന്റെ മാരകമായ വിഷപ്പുക ശ്വസിച്ച് പൂജാരിമാർ ലിവർ സിറോസിസുമായി എൻ്റെ അടുക്കൽ വരികയും അവർ മരിച്ചു പോവുകയും ചെയ്യുന്നു. അതായത് കള്ളു കുടിച്ച് കരള് കഴിഞ്ഞവർ പോലും രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അതിനേക്കാൾ മാരകമായ എന്തോ ഒന്ന് ഈ കർപ്പൂരത്തിലൂടെ ഇവർക്ക് കിട്ടുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം എത്രയോ ലിവർ സിറോസിസുകാർ കള്ളു കുടിച്ചിട്ട് ഉള്ളവർ രക്ഷപ്പെട്ടു വന്നിരിക്കുന്നു. പക്ഷേ ഇവരിൽ വളരെയധികം പ്രത്യാഘാതമായ വിഷമകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ പല ക്ലാസ്സിൽ അനൗൺസ് ചെയ്തത് അറിഞ്ഞിട്ട് ഒരു സ്ത്രീയെ എന്നെ പരിചയപ്പെടുത്താനായിട്ട് അവർ ആരോ ബന്ധപ്പെട്ട് കൊടുത്തതാണ്. ആ സ്ത്രീ പറഞ്ഞത്, സർ എന്നെ ഒന്ന് സഹായിക്കണം, എൻ്റെ ഭർത്താവ് കിടപ്പിലാണ്. ഭർത്താവ് പൂജാരിയായിരുന്നു, എഞ്ചിനീയറിംഗ് ജോലി കളഞ്ഞിട്ട് വന്ന് പൂജയ്ക്ക് വന്നതാണ്. അതിന് പരിഹാരമായിട്ട് ജീവിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കർപ്പൂരം ഉണ്ടാക്കാൻ തുടങ്ങി. ഈ കർപ്പൂരത്തിൽ നിന്നാണ് എൻ്റെ ഭർത്താവിന് ഈ അവസ്ഥ ഉണ്ടായത് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒരു ബ്രാഹ്മണരാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കർപ്പൂരത്തിന്റെ ഒരു ഉൽപാദനത്തിന് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നെ ഒരൊറ്റ അമ്പലംകാർ സഹായിക്കുന്നില്ല. സാർ എന്തെങ്കിലും ഒരു വഴി, 1-2 കുറച്ച് ആൾക്കാർ മാത്രമാണ് വിൽക്കുക. അത് പോരാ, എനിക്ക് കുറച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാകാവുന്ന തരത്തിലേക്ക് വരണം. ഞാനത് സാധാരണ രീതിയിൽ നമ്മൾ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ എടുക്കുന്നത് ഒന്നെങ്കിൽ വാനപ്രസ്ഥം, അല്ലെങ്കിൽ ഡിവൈൻ മദറിൽ സജീവമായിരിക്കണം, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരിക്കണം. ഈ ഇവരിൽ നിന്നായിരിക്കും നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുക. പക്ഷേ ഇവർക്കൊരു വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. ഇവരുടെ കർപ്പൂരം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എടുത്ത് നമ്മളുടെ ഹോം ഷോപ്പി വഴി
15ഓളം സ്ത്രീകൾ ഇന്ന് ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒരു മീറ്റിംഗ് കാന്തല്ലൂരിൽ വെച്ച് നടന്നിരുന്നു. അവർക്കൊരു ട്രെയിനിങ്ങും കൊടുത്ത്, ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരുടെ അടുക്കൽ എത്തുന്ന പേഷ്യൻസിന് നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള ട്രെയിനിങ് കൂടി കൊടുത്ത് വരികയാണ്. ഈ ഹോം ഷോപ്പിയെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഹോം ഷോപ്പിയെ ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് മനോജുമായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മളൊരു എക്സർസൈസ് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സർസൈസ്. ഈ എക്സർസൈസ് നമ്മളുടെ ഡിവൈൻ മദർ എല്ലാവരും നോക്കണം. ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നത്രയും ചെയ്യണം. മനോജ് അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ തരും, എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നുള്ള ഗൈഡ് ലൈൻസ് തരും. കാരണം ഒരുപാട് സ്ത്രീകൾ, വീട്ടമ്മമാർ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സാറേ എന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതും നമ്മളുടെ ഈ ഡിവൈൻ മദർ ഗ്രൂപ്പിൽ കൊടുക്കുന്നത് നന്നായിരിക്കും. അതിനെപ്പറ്റിയും ടീച്ചർ ഒന്ന് ആലോചിച്ച് മനോജുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. മനോജും മിനി ടീച്ചറും ആണ് എക്സർസൈസ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും കൂടി ചെയ്യുന്നത് ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ശരീരത്തിന്റെയും മനസ്സിന്റെയും മാലിന്യങ്ങൾ പുറന്തള്ളാൻ, അല്ല, ശരീരത്തിന്റെ മാലിന്യങ്ങൾ മാത്രം പുറന്തള്ളാനുള്ളതല്ല, മനസ്സിന്റെ മാലിന്യങ്ങൾ കൂടി പുറന്തള്ളാൻ ഉതകുന്ന ഒരു എക്സർസൈസ് ആണത്. അത് നമ്മളുടെ ആളുകൾക്ക്, വീട്ടമ്മമാർക്ക് അതിനായിട്ട് പങ്കുവെക്കണം. പിന്നെ നമുക്ക് ഇന്ന് കാര്യങ്ങളെല്ലാം നമുക്കറിയാം, ഇത് മുഴുവൻ വിഷമാണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ഇന്ന് വേറൊരു പുതിയ ഒരു സമീപനമാണ് ഇന്ന് വേണ്ടത്. അതായത് ഡിവൈൻ മദറിൽ നിൽക്കുന്ന അവരുടെ കുട്ടികൾ ലോകത്ത് നമ്പർ 1 ആകണമെന്നുണ്ടെങ്കിൽ, ലോകം നിയന്ത്രിക്കുന്ന മനുഷ്യരായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി എന്ന് ശ്രദ്ധിച്ച് അത് നമ്മളുടെ വീട്ടുവളപ്പിൽ എന്ത് വില കൊടുത്തു ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളത്. അത് നമ്മളുടെ ഒരു വീട്ടുവളപ്പിലോ ടെറസിലോ ചെയ്യാവുന്നതേ ഉള്ളൂ. ടെറസിൽ ചെയ്യാം, ടെറസ് ഉള്ളവർ ടെറസിൽ ചെയ്യാം, അല്ലാത്തവർ പറമ്പിൽ ചെയ്യാം. ഇനി അത് എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ പറ്റി വലിയ ആശങ്കയൊന്നും വേണ്ട, അങ്ങ് തുടങ്ങിയാൽ മതി. താനെ എല്ലാം ശരിയായി വരും. അതെല്ലാം പറഞ്ഞു തരാൻ നമുക്ക് ആവശ്യത്തിന് ഉള്ള മെറ്റീരിയൽ ഇന്നുണ്ട്. പക്ഷെ തുടങ്ങാൻ ഒരു തീരുമാനമാണ് വേണ്ടത്. തുടങ്ങണം, എല്ലാവരും അതിലേക്ക് ഇറങ്ങണം. കാരണം നമ്മൾ വെറുതെ ഒരു കൃഷി ചെയ്യുക എന്നുള്ളതല്ല. നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം കിട്ടണം, അതും പോരാ പോഷകസമൃദ്ധമായ ഭക്ഷണം കിട്ടണം, അതും പോരാ വിധിച്ച അന്നം കിട്ടണം. അതായത് മനുഷ്യ ശരീരത്തിന് വിധിച്ച അന്നം നമുക്ക് കിട്ടണം. അത്തരത്തിൽ നമ്മുടെ കൃഷിയെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഡിപ്ലോമ കോഴ്സുകളിലും എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അതാണ് ഡിപ്ലോമ കോഴ്സിൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കുറെ കാര്യങ്ങളാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പിലാക്കാനായിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിൽ കുറെ ഇനങ്ങൾ, ഒരു 10-11 വിളകൾ ഞാൻ പറയും. ആ വിളകൾ നമ്മൾ കൃഷി ചെയ്യണം. പിന്നെ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ലോകം മുഴുവൻ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോ നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കാതിരുന്നിട്ടും ലോകത്തെവിടെ ചെന്നാലും നമ്മുടെ കുട്ടികൾ അവിടെ ഒരു മുൻപന്തിയിലെത്തുന്നു, വളരെ മുന്നിൽ എത്തുന്നു. അവരുടെ കഴിവ്, ഒരു പ്രത്യേക കഴിവ് അവർക്ക് കിട്ടിയിരിക്കുന്നു. ആ കഴിവ് നമ്മൾ കഴിക്കുന്ന പൊട്ടാസ്യത്തിൻ്റെതാണെന്ന് തിരിച്ചറിയുക. നമ്മൾ കഴിക്കുന്ന പൊട്ടാസ്യം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തേങ്ങയിൽ നിന്നാണ്. തേങ്ങയും വാഴപ്പഴവും കഴിച്ചാൽ ഉണ്ടാകുന്ന ആ പൊട്ടാസ്യം, ഈ പൊട്ടാസ്യം, തേങ്ങ അധികം കഴിക്കുന്ന മിക്കവാറും നമ്മൾ മാത്രമാണുള്ളത്. തേങ്ങ മാത്രമല്ല, തേങ്ങ നല്ല കാര്യത്തിന് ഉപയോഗിക്കും. പക്ഷേ നമ്മുടെ ചമ്മന്തി എന്ന് പറയുന്ന ഒരു നിസ്സാര സാധനം ഉണ്ടല്ലോ, തേങ്ങ അരച്ചുണ്ടാക്കുന്ന ചമ്മന്തി, ആ ചമ്മന്തിക്ക് നൽകാൻ കഴിയുന്നതാണ് പൊട്ടാസ്യം റിച്ച്നെസ്. ആ ചമ്മന്തി ആയിരിക്കണം നമ്മുടെ കുട്ടികളെ ഇത്രമാത്രം മുന്നിലെത്തിച്ചെന്ന് വേണം കരുതാൻ. ഇനി ഒന്നുകൂടി ഒരു സാധനവും കൂടി നമുക്ക് അവരിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ, അതായത് സോഡിയം നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ, അത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടില്ല.
അതുകൊണ്ട് നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കേണ്ടത് വരും. അപ്പോഴാണ് നമ്മളുടെ അടുക്കളത്തോട്ടത്തിന്റെ പ്രസക്തി വരിക. സോഡിയം എന്ന് പറയുന്നത് ബുദ്ധിയുമായി വളരെയധികം ബന്ധപ്പെട്ട ഒന്നാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, സോഡിയം കുറഞ്ഞു പോയാൽ ആശുപത്രി പോകണം. അതായത് ഉപ്പ് രക്തത്തിൽ കുറഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രിയിൽ ചെന്ന് പിച്ചും പേയും പറഞ്ഞു തുടങ്ങും, അവസാനം ബോധമില്ലാണ്ടായി പോകും. ആശുപത്രി കൊണ്ട് ചെന്നാൽ ഉപ്പ് സോഡിയം കയറ്റിക്കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത പോലെ എഴുന്നേറ്റ് വരും ആളുകൾ. അപ്പോ സോഡിയവുമായി ബോധത്തിന്, ബുദ്ധിക്ക് എത്രമാത്രം ലിങ്ക് ഉണ്ട് എന്ന് നമ്മൾ അറിയുക. അതായത് നമ്മുടെ ചിന്താഗതിയെ, ബുദ്ധിപരമായ കഴിവിനെ കൂട്ടാൻ ഉതകുന്ന ഒന്നാണ് സോഡിയം. ഈ സോഡിയം, പൊട്ടാസ്യത്തോടൊപ്പം സോഡിയവും കൂടി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ലോകം നിയന്ത്രിക്കുന്ന ശക്തികളായ അവർ മാറും. അപ്പൊ ആ സോഡിയം എങ്ങനെ കൊടുക്കണമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സോഡിയം നമുക്ക് ജീവന്റെ തലം ഉയർത്തപ്പെട്ട സോഡിയം എന്നൊരു നിലപാടുണ്ട്. അതായത് കല്ലുപ്പ് നമ്മൾ വേവിച്ച ഭക്ഷണങ്ങളിൽ ചേർക്കുന്നുണ്ട്, അത് പോരാ. ഒരു സസ്യം കല്ലുപ്പിനെ വലിച്ചെടുത്ത്, സോഡിയത്തെ വലിച്ചെടുത്ത് അതിന്റെ ബോഡിയിലോ കായിലോ ആക്കിയ സോഡിയം, അതാണ് മനുഷ്യന് വിധിച്ച സോഡിയം. ജീവന്റെ തലം ഉയർത്തപ്പെട്ട സോഡിയവും ജീവന്റെ തലം ഉയർത്തപ്പെട്ട ട്രേസ് എലമെന്റുകളും എല്ലാ ന്യൂട്രിയൻസും നമുക്ക് കൊടുക്കാൻ സാധിക്കും നമ്മുടെ അടുക്കളയിലൂടെ, അടുക്കളത്തോട്ടത്തിലൂടെ. ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, അതായത് എല്ലാ ട്രേസ് എലമെന്റുകളും കുട്ടികളിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഈ ട്രേസ് എലമെന്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ട്രേസ് എലമെന്റ് എന്ന് പറയുന്നത് ഔഷധ സസ്യങ്ങളിലെ ഔഷധ മൂല്യങ്ങളാണ്. ഈ ആയുർവേദത്തിലെ സകലമാന ഔഷധ സസ്യങ്ങളിലെയും ഔഷധ മൂല്യങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ പല ട്രേസ് എലമെന്റുകളാണ്. ഈ ട്രേസ് എലമെന്റുകളെ നമുക്കൊരു തക്കാളിയിലാക്കാം, നമ്മളെ വാഴപ്പഴത്തിലാക്കാം, അല്ലെങ്കിൽ മത്തങ്ങയിലാക്കാം, അല്ലെങ്കിൽ പൈനാപ്പിളിലാക്കാം. ഈ ട്രേസ് എലമെന്റ് കൊടുക്കാനായിട്ട് നമുക്ക് വഴിയുണ്ട്. ഇപ്പോ ഇത്തിരി ഒന്ന് മെനക്കെടണമെന്നുള്ളതേ ഉള്ളൂ. താമസിയാതെ തന്നെ അത് എല്ലാ ഹോം ഷോപ്പിൽ വരെയും കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒന്നുമില്ല, കടൽ വെള്ളമാണ്. കടൽ വെള്ളം 1 ലിറ്ററിന് 30 ലിറ്റർ നല്ല വെള്ളം ചേർത്ത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ തക്കാളിക്ക് ഒരു 1/2 ലിറ്റർ വീതം കൊടുത്താൽ ആ തക്കാളിയിൽ ഈ ഔഷധ മൂല്യങ്ങളെല്ലാം കയറും. ആ തക്കാളിക്ക് എടുക്കാൻ മാത്രം അത് എടുക്കും. നമുക്കൊരു മത്തനിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ അതെടുക്കും. നമുക്ക് മധുരക്കിഴങ്ങിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ മധുരക്കിഴങ്ങ് അതെടുക്കും. വൈവിധ്യമാർന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വൈവിധ്യമാർന്ന സസ്യങ്ങളെ ഉപയോഗിച്ച് നമുക്ക് കടൽ വെള്ളം കൊടുക്കാം. മണ്ണിന്റെ അസിഡിറ്റി മാറ്റാനുള്ള കടൽക്കക്കാപ്പൊടി ആൾറെഡി മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞു. ഉടനെ തന്നെ കടൽപ്പായലും മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ ആൾറെഡി ആയി. കൂടാതെ കടൽ മീൻ കമ്പോസ്റ്റ് ആക്കിയതും മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ഹോം ഷോപ്പിൽ വീട്ടമ്മമാരിലൂടെ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, സെയിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുമായിട്ട് ഒരു ലിങ്ക് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കടൽ വെള്ളം കിട്ടും. ഓരോരുത്തരും പോയി കടലിൽ പോയി എടുക്കണ്ട. അപ്പൊ അത് കടൽ വെള്ളം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 1 ലിറ്റർ കടൽ വെള്ളത്തിൽ 100 ലിറ്റർ നല്ല വെള്ളം ചേർത്ത് ഒഴിക്കാവുന്ന രീതിയിൽ കടൽ വെള്ളം വറ്റിച്ചായിരിക്കും തരിക. വെയിൽ കൊണ്ട് വറ്റിച്ച് 1 ലിറ്റർ വീതമുള്ള കുപ്പി. ഞാൻ ഇവരോട് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഒരു വീട്ടമ്മയാണ് അത് ചെയ്യണേ. ഒരു വീട്ടമ്മ, കടലോരത്തുള്ള ഒരു വീട്ടമ്മ കടൽ വെള്ളം കോരി ടെറസിൽ നിറച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസം കൊണ്ട് അത് വെയിൽ കൊണ്ട് ഒരു 1/3 വറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കുപ്പിയിലാക്കി എല്ലാവിടത്തിലേക്കും എത്തിക്കാൻ, ഒരു മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. നമ്മളുടെ വീട്ടിൽ എല്ലാ ഔഷധ സസ്യങ്ങളും വെക്കുന്നതിന് പകരം നമ്മുടെ തക്കാളിയിൽ ഈ ഔഷധ മൂല്യങ്ങൾ കയറ്റാൻ പറ്റും. അപ്പൊ ഇത് വളരെയധികം സ്റ്റഡി നടന്നിട്ടുള്ള ഒരു സാധനമാണ്.
അതായത് അമേരിക്കയിൽ 40 വർഷത്തിനു മേൽ കടൽ വെള്ളത്തെ പറ്റി നടന്ന സ്റ്റഡി എല്ലാവർക്കും എടുത്ത് പഠിക്കാവുന്നതാണ്. സീ എനർജി, CSEA, സീ എനർജി എന്ന പേരിൽ പുസ്തകം നമുക്ക് വാങ്ങാൻ കിട്ടും. അത് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടുന്നതാണ്. പറ്റാവുന്നവരെല്ലാം ആ പുസ്തകം വാങ്ങി വായിക്കുന്നത് നല്ലതാണ്. അതില് ഇതിന്റെ പ്രാധാന്യം കൃത്യമായി പറയുന്നുണ്ട്. അവർ കടൽ വെള്ളം മാത്രമേ ചെയ്തുള്ളൂ എങ്കിൽ നമ്മൾ കടൽ കക്കായുടെ പൊടിയും കടൽ മീനിന്റെ കമ്പോസ്റ്റും നമ്മൾ ഇറക്കി കഴിഞ്ഞു. വീട്ടിലുള്ള കമ്പോസ്റ്റിനോടൊപ്പം ഇതും കുറച്ച് ചെടികൾക്കിട്ട് ചെടികളുടെ ഔഷധ മൂല്യങ്ങൾ, ഒരു തക്കാളി ഔഷധ തക്കാളിയായി ഉണ്ടാക്കാം, ഒരു മത്തങ്ങ ഔഷധ മത്തങ്ങയായിട്ടുണ്ടാക്കാം. അങ്ങനത്തെ ഒരു സമീപനമാണ് ഇനി നമുക്ക് വേണ്ടത്. വെറുതെ സാധാരണ പണ്ടുകാലത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു അടുക്കള തോട്ടത്തിലല്ല നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. നമ്മൾ അഡ്വാൻസ് ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് അഡ്വാൻസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കണം. കാരണം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ബ്രിട്ടീഷുകാര് നമ്മളെ അടക്കി വാണപ്പോ, ഇവിടെ അടക്കി ഭരിച്ചു, അടിമകളാക്കി ഭരിച്ചപ്പോ അവരാദ്യം ചെയ്തത് ഉപ്പ് നിരോധിക്കുക എന്നൊരു പദ്ധതി അവർ നടപ്പിലാക്കിയിരുന്നു. അവരുടെ ഭരണകാലത്ത് ഉപ്പ് നിരോധിക്കുന്നു. അതിന് കാശിന് വിലയില്ലാതിരുന്ന ഉപ്പിലാണ് അവർ നിയന്ത്രണം കൊണ്ടുവന്നത്. അതിന് പറഞ്ഞത് അതിന് സെസ് വിരിക്കാനാണ്, ടാക്സ് വിരിക്കാനാണെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കൂടുതൽ ടാക്സ് കളക്ഷൻ നടത്താൻ പറ്റുന്ന എത്രയോ പ്രൊഡക്റ്റുകൾ ഇവിടെ വേറെ ഉണ്ടായിരുന്നു. എന്തേ അവർ ഉപ്പിൽ കേന്ദ്രീകരിച്ചു? ഒരു പക്ഷേ അവർക്കറിയാമായിരുന്നിരിക്കണം. അതായത് ഭാരതത്തിലെ ജനങ്ങൾ നേരായ വഴിക്ക് ചിന്തിക്കരുത്, അതിനു വേണ്ടിയിട്ട് ഉപ്പിന് മേലെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നതാണ്. ആയിരിക്കാനാണ് സാധ്യത. അവരതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, ഇന്നത്തെ ഡേറ്റിൽ, ഇന്നത്തെ തീയതിയിൽ, ഇന്ന് നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്നത് അയഡൈസ്ഡ് സാൾട്ടാണ്. ഇത് ബ്രിട്ടീഷുകാർ നിരോധിച്ച ഉപ്പ് നിരോധനത്തെക്കാളും ദോഷകരമായ ഒരു പദ്ധതിയാണ്. ഇതിനെ നമ്മൾ അതിജീവിച്ചേ പറ്റൂ. നേരായ വഴിക്ക് നമ്മുടെ കുട്ടികൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ സോഡിയം, റിയൽ ആയിട്ടുള്ള സോഡിയം നമുക്ക് കൊടുക്കാൻ കഴിയണം. അതിന് കടൽ വെള്ളത്തെ ആശ്രയിക്കുക, കടൽ പായലിനെ ആശ്രയിക്കുക, കടൽ കക്കാപ്പൊടിയെ ആശ്രയിക്കുക, കടൽ മീനിനെ ആശ്രയിക്കുക. കുറച്ച് ചെടികളുടെ ലിസ്റ്റ് ഞാൻ തരും. ആ ലിസ്റ്റ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. അത് ആവുന്നത്ര സാധനങ്ങൾ അവിടെ വളർത്തണം. ഇത് വെറുതെ ഒരു കൃഷി ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികളെ കൈപിടിച്ച് കൃഷിയിലേക്ക് കൊണ്ടുവരികയും കൂടി വേണം. കുട്ടികളെ മണ്ണിനെ സ്നേഹിക്കാൻ, പക്ഷികളെ സ്നേഹിക്കാൻ, പൂക്കളെ സ്നേഹിക്കാൻ, പൂമ്പാറ്റകളെ സ്നേഹിക്കാൻ, തുമ്പികളെ സ്നേഹിക്കാൻ എല്ലാം നമ്മൾ പരിശീലിപ്പിച്ചേ പറ്റൂ. കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി അവർ കഴിക്കുന്ന ഭക്ഷണം മാത്രം പോരാ, ഒരു മണ്ണിൽ ഇറങ്ങണം. മണ്ണുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി നേരത്തെ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. മണ്ണും കൈവിരലും തമ്മിലുള്ള ബന്ധം ബുദ്ധിവികാസത്തിന് എങ്ങനെ ഉപകരിക്കും എന്നതിനെപ്പറ്റി വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. മണ്ണും കൈവിരലും തമ്മിലുള്ള ബന്ധത്തിലൂടെ അല്ലാതെ മനുഷ്യ പുരോഗമനം സാധ്യമല്ല. വികസനം സാധ്യമാണ്. വികസനം എന്ന് പറഞ്ഞാൽ കുറെ സൗകര്യങ്ങൾ കൂട്ടാം, ടെക്നോളജികൾ കൂട്ടാം. മനുഷ്യർ നല്ല മനുഷ്യരാകണമെന്നാണ് പുരോഗമനം. ഈ പുരോഗമനം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ മണ്ണിലിറങ്ങിയേ പറ്റൂ. ഇന്നത്തെ മനുഷ്യൻ മണ്ണിൽ നിന്നും കയറാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് മണ്ണിലേക്ക് ഇറങ്ങിയേ പറ്റൂ. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ മണ്ണിലേക്ക് ഇറങ്ങാനും കൃഷിയും ചെടിയും ഇതിനെല്ലാം സ്നേഹിച്ച് വളരാനുമുള്ള ഒരു അവസരത്തിനു കൂടിയായി നമ്മൾ നമ്മളുടെ അടുക്കളത്തോട്ടത്തെ കാണണം. അല്ലാതെ വെറുതെ കുറെ സാധനത്തിനായിട്ട് കാണരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൃഷി ഒരു മണ്ണെഴുത്താണ് എന്ന് മനസ്സിലാകുക. കൃഷി എന്ന് പറഞ്ഞാൽ ഒരു മണ്ണെഴുത്താണ്. നമ്മൾ എഴുതി പഠിക്കുന്നത് പോലെ, കാണാതെ ചൊല്ലിപ്പഠിക്കുന്നതും എഴുതി പഠിക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു മണ്ണെഴുത്ത് ആയിട്ട് കൃഷിയെ കാണണം. കൈകളിൽ ചെളി പറ്റിയാൽ, കാലിൽ ചെളി പറ്റിയാൽ അത് വളരെ അഴുക്കാണ് എന്നൊരു ധാരണ. ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക,
ജലത്തിന് സംവേദനശേഷി വളരെ കൂടുതലാണ്. സംവേദനം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള കഴിവ്. നമ്മൾ പറയുന്നത് ജലത്തിന് മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്താണോ പറയുന്നത് അത് ജലത്തിന് മനസ്സിലാകും. ഇതും മനസ്സിലാക്കണമെന്നുണ്ടല്ലോ. ഒരു പുസ്തകം ഞാൻ പറയാം, ജലത്തിന് പറയാനുള്ളത് എന്നൊരു പുസ്തകം മാർക്കറ്റിലുണ്ട്. ജലത്തിന് പറയാനുള്ളത്, അതായത് മസാറു ഇമോട്ടോ എന്ന് പറയുന്ന ജപ്പാൻകാരന്റെ ഒരു പുസ്തകമാണത്. അത് വായിച്ചാൽ നമുക്ക് ജലത്തിന്റെ പ്രസക്തി മനസ്സിലാകും. സംവേദനശേഷി, പറയുന്നത് മനസ്സിലാക്കാൻ. നമ്മൾ നല്ല പാട്ട് പാടിയാൽ അതിനെ ഒരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളമെടുത്ത് ആ ഗ്ലാസ്സിലെ വെള്ളത്തിന് നമ്മൾ പാട്ട് കേൾപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് തണുപ്പിച്ച് ക്രിസ്റ്റൽ പരുവത്തിലെത്തുമ്പോൾ, ഐസാകുന്നതിന്റെ ജസ്റ്റ് മുമ്പുള്ള സമയത്ത് അതിന്റെ ഫോട്ടോ അദ്ദേഹം എടുത്ത് അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നല്ല പാട്ടുകൾ കേട്ടാൽ അതിമനോഹരമായ ക്രിസ്റ്റൽസ് ആണ് അതിൽ കിട്ടുക. ഇനി കുറച്ച് ദേഷ്യപ്പെടുകയോ വഴക്ക് പറയുകയോ വേണ്ടാധീനങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്തു കഴിഞ്ഞാലും അതിനുശേഷം എടുത്താൽ അത് വികൃതമായ ഫോട്ടോ. ഇത് സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞ ആധുനിക ശാസ്ത്രം തള്ളിക്കളഞ്ഞാലും അത് ശാസ്ത്രം തന്നെയാണ്. വെള്ളത്തിന് മനസ്സിലാകും, കാര്യങ്ങൾ മനസ്സിലാകും. ഇപ്പൊ നമ്മളുടെ ശരീരത്തിൽ 70% പച്ചവെള്ളമാണ്, രക്തത്തിൽ 90% പച്ചവെള്ളമാണ്, തലച്ചോറിൽ 95% വെള്ളമാണ്. അതായത് നമ്മുടെ തലച്ചോറ് 95% വെള്ളമായിരിക്കെ ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ ആർക്കായിരിക്കാം മനസ്സിലാകുക? നമ്മുടെ തലച്ചോറിലെ വെള്ളത്തിനല്ലേ. വെള്ളത്തിനാണത് മനസ്സിലാകണത്. വെള്ളത്തിന് പറഞ്ഞാൽ മനസ്സിലാകും. ഇത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രീയ സത്യമാണ്. അതുകൊണ്ട് വെള്ളത്തെ പവിത്രമായി സംരക്ഷിക്കണം. അത് വേറെ കാര്യം. ഒരു വെള്ളത്തിന് സംവേദനശേഷി ഉണ്ടെങ്കിൽ മണ്ണിനായിരിക്കില്ലേ വെള്ളത്തെക്കാളും സംവേദനശേഷി? ആയിരിക്കണ്ടേ? കാരണം അഗ്നിയിൽ നിന്നും വായു, വായുവിൽ നിന്നും വെള്ളം, വെള്ളത്തിൽ നിന്നുമാണ് ഭൂമി. വെള്ളത്തിന് സംവേദനശേഷി ഉണ്ടെങ്കിൽ മണ്ണിന് വെള്ളത്തെക്കാളും സംവേദനശേഷിയുണ്ട് എന്ന് പറഞ്ഞാൽ മണ്ണിന് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് സാരം. എന്ത് പറഞ്ഞാലും മനസ്സിലാകും, എന്ത് ചെയ്താലും മണ്ണിന് മനസ്സിലാകുമെന്ന് സാരം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ മണ്ണിലിറങ്ങണം, കൃഷിക്കായി മണ്ണിലേക്ക് ഇറങ്ങണമെന്ന് പറയുക. കാരണം മണ്ണിന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരാനുണ്ട്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അടുക്കളത്തോട്ടം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്കാണ് തന്നെ ടീച്ചർ ഡിവൈൻ മദറിൽ ഇത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സകലതും മാറ്റിവെച്ച് കുറച്ച് സമയം മണ്ണിലേക്ക് ഇറങ്ങണം. നമ്മൾ ആഹാരം കഴിക്കാൻ 3 നേരവും ഭക്ഷണം കഴിക്കാൻ അരമണിക്കൂർ വീതം ഒരു നേരത്തിന് കണക്ക് കൂട്ടിയാൽ 1.5 മണിക്കൂർ വരില്ലേ? ആ 1.5 മണിക്കൂർ മതി. എല്ലാ ദിവസവും 1.5 മണിക്കൂറെങ്കിലും ഒരു മണ്ണിലിറങ്ങി പണിയുന്ന ഒരു അടുക്കളത്തോട്ടം, ഇത് നമുക്ക് സാധ്യമായ കാര്യമാണ്. അതിനകത്ത് നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ കടൽ വെള്ളം എത്തിച്ചു തന്നിരിക്കും. ആരാവശ്യപ്പെട്ടാലും അവരുടെ വീട്ടിൽ എത്തിച്ചു തരാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് കടൽ വെള്ളത്തിൽ വരുന്നത്. കക്കാപ്പൊടിയും അതുപോലെ തന്നെ അവരവരുടെ വീടുകളിൽ എത്തിച്ചു തരാവുന്ന സംവിധാനം വരുന്നു. പക്ഷെ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ്, അതിന്റെ ആവശ്യകത, നമ്മുടെ അനന്തര തലമുറയെ ഏറ്റവും മുന്നിൽ എത്തിക്കാൻ നമുക്ക് ചെയ്യാവുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ശ്രമിക്കേണ്ടത്. ഇനി ഏതൊക്കെ ചെടികൾ നടണം എന്നുള്ളത് എടുക്കുക. ഒന്നാമത്തത് കരിമ്പ് തന്നെയാണ്. കരിമ്പ് നടണം. ഒരു ചോടെങ്കിലും ഒരു വീട്ടിലുണ്ടായാൽ മതി. ഒരു ചോട്. ആ ഒരു ചോട് കുറഞ്ഞത് ഒരു 15 വർഷം അവിടെ നിന്ന് കരിമ്പ് തരും. അതിന് വളമെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കരിമ്പ് തന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ കരിമ്പിന് നേരത്തെ പറഞ്ഞതുപോലെ കടൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ കരിമ്പിന്റെ ജ്യൂസിനുള്ളിൽ നമുക്ക് വളരെ എല്ലാ ട്രേസ് എലമെന്റുകളും, ജലത്തിലൂടെ എല്ലാ ട്രേസ് എലമെന്റുകളും, ജീവന്റെ തലം ഉയർത്തപ്പെട്ട ട്രേസ് എലമെന്റ് വരും. ഒപ്പം സോഡിയവും വരും. ചമ്മന്തി അരക്കുന്നത്
വീണ്ടും കൊണ്ടുവരിക. അതായത് കല്ലേ വെച്ച് ചമ്മന്തി അരക്കുന്നത് നമ്മൾ നിർത്തിയിരിക്കുന്നു, അല്ലേ? കല്ലേ വെച്ച് ചമ്മന്തി അരക്കുന്ന പരിപാടി നിർത്തി മിക്സിക്കകത്ത് ചമ്മന്തി അരക്കുന്ന പരിപാടിയാണ്. മിക്സിക്കകത്ത് ചമ്മന്തി അരക്കരുത്, ചമ്മന്തി അരക്കുന്നത് കല്ലേ വെച്ച് തന്നെ അരക്കുക. അതായത് മിക്സി ഇത്ര കിലോമീറ്റർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തേങ്ങയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനെ തകർത്ത് കളയും. അതുകൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കല്ലും അതിന്റെ പുള്ളയും കൂടി നമ്മൾ തിരിച്ചു കൊണ്ടുവരണം നമ്മുടെ അടുക്കളയിലേക്ക്. ചമ്മന്തിക്ക് കാരണം ആ ചമ്മന്തിയെ നമ്മൾ ബഹുമാനിക്കണം. ആ തേങ്ങ നമ്മൾ ഈ നിലവിൽ എത്തിച്ചത് ആ ചമ്മന്തിയാണെന്ന് നാം തിരിച്ചറിയണം. തേങ്ങ തിന്ന ചമ്മന്തി, ആ ചമ്മന്തി നമ്മുടെ അടുക്കളയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഒപ്പം ഈ കരിമ്പിന് കൊടുക്കാം. കരിമ്പിന് മാത്രമല്ല, ഇനി പറയുന്ന എല്ലാ ചെടിക്കും കൊടുക്കാം. കടൽ വെള്ളം കൊടുക്കാം. എത്ര നിസ്സാരമായിട്ട് എത്രമാത്രം മൂല്യങ്ങളുള്ള ഔഷധ മൂല്യങ്ങളുള്ള ഭക്ഷണം നമ്മുടെ മക്കൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനാവുമെന്ന് നോക്കിയാൽ കരിമ്പ്, അതിനകത്ത് കാർബോഹൈഡ്രേറ്റും ഷുഗറും വിധിച്ചത് കൊടുക്കാനും കൂടി നമുക്ക് കഴിയും. ഒന്നേ വേണ്ടൂ, മിക്സിക്ക് തുല്യമായി ഒരു 6000, 5000, 6000 രൂപ മുടക്കിയാൽ അത് പിഴിഞ്ഞെടുക്കാനുള്ള ഒരു മെഷീൻ അതും തരും. അതും എല്ലാവർക്കും തരും. ഒരു ജ്യൂസ് കരിമ്പ് പുളന്ന് ജ്യൂസാക്കി എടുക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് കരിമ്പ് കൃഷി വ്യാപകമാക്കാനാണ്. അവിടുന്ന് നിങ്ങൾക്ക് കിട്ടും. വീട്ടിൽ നിന്ന് ഒരു ചുവടെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം. കൂട്ടത്തിൽ വ്യാപകമായ കരിമ്പ് കൃഷിയിലൂടെ വീടുകൾ തോറും കരിമ്പ് എത്തുന്ന ഒരു മാർക്കറ്റിംഗ് സംവിധാനം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തക്കാളി എല്ലാ വീട്ടിലും ഉണ്ടാവണം, എല്ലാ വീട്ടിലും ഉണ്ടാകണം. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ഫോളിക് ആസിഡ് ഉണ്ട്. ഫോളിക് ആസിഡ് ഗുളികയുടെ ആ ഫോളിക് ആസിഡിന്റെ ഒരാവശ്യമില്ല. തക്കാളി കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം പഴുത്ത തക്കാളി 2 എണ്ണം കഴിക്കുകയാണെങ്കിൽ ഫോളിക് ആസിഡിന്റെ ആവശ്യമില്ല. കൃത്രിമമായ ഒരു ഫോളിക് ആസിഡിന്റെ ആവശ്യമില്ല. ആ തക്കാളിക്ക് നമ്മൾ പറയുന്നത് പോലെ തന്നെ കടൽ വെള്ളം കൊടുത്ത്, കടൽപ്പായലും കൊടുത്ത്, കടൽ കക്കയുടെ പൊടിയും ഇട്ട് അതിന്റെ മണ്ണിന്റെ അസിഡിറ്റി മാറ്റി തക്കാളി വിളയിച്ച് അത് കഴിച്ചാൽ എല്ലാ ട്രേസ് എലമെന്റുകളും സോഡിയം ജീവന്റെ തല ഉയർത്തപ്പെട്ടതും തക്കാളിയിൽ കിട്ടും. ചെയ്തു നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. കരിങ്കല്ല് പോലത്തെ തക്കാളി കിട്ടും. പഴുത്ത തക്കാളി കരിങ്കല്ല് പോലെ ഇരിക്കും. അതിന്റെ അർത്ഥം അതിനകത്ത് എല്ലാ ട്രേസ് എലമെന്റും ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം നമുക്ക് ഫോളിക് ആസിഡ് കൊടുക്കാനും കഴിയും. പ്രഗ്നന്റ് ആകുന്ന എല്ലാവർക്കും കഴിക്കാം. പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയവർക്ക് കൊടുക്കാൻ പറ്റുന്ന തക്കാളി അതിനായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കാം. നിലക്കടല കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. വീടുകളിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. എലിയുടെ ശല്യം ശകലം ഉണ്ടാകുന്നുള്ളതേ. അത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. കാരണം എലി എന്ന് പറയുന്ന ജീവിക്കാണോ ബുദ്ധി കൂടുതൽ, അതോ നമുക്കാണോ ബുദ്ധി കൂടുതൽ? ആർക്കാണ് ബുദ്ധി കൂടുതൽ? നമുക്കാണ് ബുദ്ധി എലിയെക്കാളും ബുദ്ധിയെങ്കിൽ എലിയെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചേ പറ്റൂ, മനസ്സിലാക്കി ചെയ്തേ പറ്റൂ. നിലക്കടല അതിനും കൊടുക്കാം. ഇതുപോലെ കടൽ വെള്ളം കൊടുക്കാം. മധുരക്കിഴങ്ങ് ചെയ്യണം. മധുരക്കിഴങ്ങിന് വള്ളിയില്ല. വള്ളിയൊന്നും വേണ്ട. നമ്മൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ കമ്പോളത്തിരിക്കുന്ന ഏത് മധുരക്കിഴങ്ങ് കണ്ടാലും, വെള്ളയായാലും ശരി വയലറ്റ് ആയാലും ശരി, വാങ്ങിക്കൊണ്ടുവരിക, കുഴിച്ചിടുക. അത് കിളുത്തോളും. അതേ വള്ളി ഉണ്ടായിക്കൊള്ളും. ആ വള്ളി പറിച്ച് കുത്തിവെച്ച് അതിന്റെ തണ്ട് മണ്ണിനടിയിൽ ഇരിക്കുന്ന രീതിയിൽ വെച്ച് ഒരു വടിയേൽ വെച്ച് കെട്ടുക. അതായത് നമ്മൾ പാവലൊക്കെ കയറ്റി വിടില്ലേ, മേളിലേക്ക് പന്തലയിലേക്ക് കയറ്റി വിടുന്നത് പോലെ നടുക. അങ്ങനെ നട്ടാൽ ഒരു ഗുണം, ആ ഒരു മധുരക്കിഴങ്ങിന്റെ വള്ളിയിൽ നിന്ന് ഒരു കിഴങ്ങ് ഉറപ്പായിട്ട് ഒരു കിഴങ്ങ് കിട്ടും. ആ കിഴങ്ങിന് മാത്രമായിട്ട് നമുക്ക് വളമിട്ട് കൊടുക്കാനും പറ്റും. മധുരക്കിഴങ്ങിന്റെ വള്ളി പറമ്പ് മുഴുവൻ പടർന്നു നടന്നിട്ട് ഒരു കാര്യമില്ല. ഓരോ മധുരക്കിഴങ്ങിന്റെ വള്ളിയുടെ അറ്റത്തും ഒരു കിഴങ്ങ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ അടിയിലും ഇങ്ങനെ കമ്പ് കുത്തി നട്ടുകൊടുത്താൽ ഓരോ കിഴങ്ങ് നമുക്ക് കിട്ടും. ആ മധുരക്കിഴങ്ങ് സ്ക്രാപ്പറിൽ ഉരച്ച് തേങ്ങയും കൂട്ടി പച്ചക്കൊന്ന് തിന്നാൽ ഇത്രയും നല്ല കാർബോഹൈഡ്രേറ്റ് വേറെ കിട്ടാനില്ല, ലോകത്ത് കിട്ടാനില്ല. അതിന് കുറച്ച് കടൽ വെള്ളവും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? ഈ വഴിക്ക് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങിയാൽ ഇത് ഗുണമുണ്ട്.
അങ്ങനെ നിങ്ങൾ മധുരക്കിഴങ്ങ് ഉണ്ടാക്കിയാൽ, നിങ്ങളുടെ വീട്ടിൽ മധുരക്കിഴങ്ങ് ഉണ്ട് എന്നറിഞ്ഞാൽ, മധുരക്കിഴങ്ങിന് ആള് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരും. വീട്ടിൽ വന്ന് പറയുന്ന പൈസ മേശപ്പുറത്ത് വെച്ച് തരും. നമ്മൾ പറയുന്ന പൈസ. നിങ്ങൾ ഈ പച്ചക്കറി ഉണ്ടാക്കി മധുരക്കിഴങ്ങ് ഉണ്ടാക്കി മധുരക്കിഴങ്ങ് വേണോ എന്ന് പറഞ്ഞ് വിളിച്ചു നടക്കേണ്ട ഒരു ആവശ്യം വരില്ല. പക്ഷേ അറിയും, ജനമറിയും. ഈ സാധനത്തിന്റെ മൂല്യം അറിയാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ തന്നെ കയറി അത് ചെയ്ത് നമ്മുടെ ഭക്ഷണം നമ്മുടെ മക്കൾക്കും നമുക്കും കഴിച്ചു തുടങ്ങുക. പതുക്കെ പതുക്കെ ലോകം വരുമെന്ന് എനിക്കറിയാം. കേരളത്തിലെ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും വേണ്ടി ലോകം ക്യൂ നിൽക്കുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. കാരണം ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും പറ്റില്ല. നമ്മുടെ കൃഷി അത്രമാത്രം അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നാണ് മത്തങ്ങ. ഒരു മത്തങ്ങ മേടിച്ച് കറി വെച്ചിട്ട് അതിന്റെ വിത്തെടുത്ത് കുഴിക്കകത്ത് ഇട്ടാൽ മതി. നിങ്ങൾ നടുക പോലും വേണ്ട. ഒരു കുഴി കുഴിച്ച് ആ കുഴിക്കകത്ത് നിറച്ച് ചവറ് നിറച്ച് കുറച്ച് ചാണകവും ഇട്ട് ആ മത്തങ്ങ കറി വെക്കാൻ മേടിച്ച മത്തങ്ങയുടെ വിത്ത് കൊണ്ടുപോയി ആ കുഴിക്കകത്തോട്ട് കുറച്ച് എറിഞ്ഞേക്കുക. ഒരുപാടെണ്ണം കിളുക്കും. ഏറ്റവും കരുത്തിനെ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം പറിച്ച് ആ കുഴിയിലേക്ക് ഇട്ടേക്കുക. അങ്ങനെയായാൽ ആ ഒരു മത്തൻ അവിടെ പടർന്നു നടന്ന് സകലതും ഉണ്ടാക്കിത്തരും. മത്തങ്ങ ഉണ്ടാക്കിത്തരും. ഒരെണ്ണം ഉണ്ടായാൽ മതി. ഈ മത്തൻ എത്ര നാളത്തേക്ക് വേണേലും ഇരിക്കും. കുറച്ച് കൂടുതൽ മത്തങ്ങ ഉണ്ടായാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, അവിടെ ഇരിക്കും. അതിനും കടൽ വെള്ളവും കടൽക്കക്കായും നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അതിന്റെ ന്യൂട്രീഷണൽ റിച്ച്നെസ് അപാരമായിരിക്കും. മത്തങ്ങ സ്ക്രാപ്പറിൽ ഉരച്ച് 1 കപ്പ് വീതം ഡെയിലി കഴിച്ചാലെന്നല്ല, ഡെയിലി കഴിച്ചിരിക്കണം. കാരണം ഇന്ന് എൻ്റെ മുന്നിലെത്തുന്ന പേഷ്യൻസില് നല്ലൊരു ശതമാനത്തിലും രക്തത്തിൽ ഓക്സിജന്റെ തോത് കുറയുന്നതായി കണ്ടുവരുന്നു. ഓക്സിജന്റെ തോത് കുറയാൻ കാരണം ലങ്സിന്റെ കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്തതാണ്. ഈ ലങ്സിന്റെ കപ്പാസിറ്റി തിരിച്ചു പിടിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു ഭക്ഷണമാണ് മത്തങ്ങ. അത് പച്ചയ്ക്ക് തിന്നണമെന്ന് മാത്രം. പച്ചയ്ക്ക് തിന്നാൻ ഒരു പ്രയാസവും ഇല്ല. സാധാരണഗതിയിൽ കുട്ടികൾക്കുണ്ടാകുന്ന ശ്വാസം മുട്ട്, ആസ്മ പോലെയുള്ള കുട്ടികൾ, ഇവർക്കെല്ലാം കൊടുത്തേ പറ്റൂ. ഇപ്പോഴേ കൊടുത്തു തുടങ്ങണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത വൈറസിന്റെ അറ്റാക്ക് വന്നാൽ കോവിഡ് കാലത്ത് ഓക്സിജന്റെ തോത് കുറഞ്ഞതിനേക്കാളും ഭയാനകമായി ഓക്സിജന്റെ തോത് ബ്ലഡിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാൻ മത്തനെ പോലെ വേറെ വസ്തു ഈ ഭൂമിയിലില്ല, ഒരു മെഡിസിനും ഇല്ല. അതും നമ്മളുടെ എക്സർസൈസ് മാത്രം മതി ആസ്മ മാറ്റാൻ. അതായത് മത്തങ്ങ പച്ചക്ക് കഴിക്കുകയും ആ എക്സർസൈസും കൂടി ചെയ്താൽ ഏത് ആസ്മയെയും നമുക്ക് മാറ്റാം. ആസ്മ മാറ്റലല്ല നമ്മുടെ ജോലി. ഇനി വരാൻ പോകുന്ന വൈറസിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരം നേടിയെടുക്കുക എന്നുള്ളതാണ്, നമ്മുടെ കുട്ടികൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മത്തങ്ങ ഉണ്ടാക്കണം. അതൊരു ഔഷധ മത്തങ്ങ ആയാലോ, എല്ലാ ട്രേസ് എലമെന്റും ഉള്ള ഒരു ഔഷധ മത്തങ്ങ. ആ മത്തങ്ങ ഇനി മത്തങ്ങ ഒന്നും ഉണ്ടായില്ലെന്ന് തന്നെ വിചാരിക്കുക. മത്തങ്ങയുടെ 2 ഇഞ്ച് 2.5 ഇഞ്ച് 3 ഇഞ്ച് നീളത്തിൽ കൂമ്പ് നുള്ളിയെടുത്ത്, എല്ലാ കൂമ്പുകളും നുള്ളിയെടുത്ത് അരിഞ്ഞ് തോരൻ വെക്കുക, ഉപ്പേരി വെക്കുക. ഇത്രയും സ്വാദുള്ള ഒരു ഉപ്പേരി വേറെ കാണില്ല. ഇത്രയും സ്വാദുള്ള ഒരു ഇലക്കറി വേറെ ഉണ്ടാവില്ല. അത്രമാത്രം സ്വാദുള്ള ഇത് മത്തങ്ങയുടെ കിട്ടും. ഇനി അത് മാത്രമല്ല, മത്തങ്ങയുടെ കൂട്ടത്തില് കുറച്ച് അകത്തി മരുന്നുണ്ട് പിന്നാലെ. അകത്തിയുടെ ഇലയും കൂടി ഇട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് വേണ്ട 95% അമിനോ ആസിഡ്സും പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള അമിനോ ആസിഡ്സും മുഴുവൻ ഇതിലിന്ന് കിട്ടും. അതായത് മത്തന്റെ കൂമ്പും അകത്തിയും കൂടി ചേർന്നാൽ മതി. അതുകൊണ്ട് മത്തൻ വളരെ പ്രധാനപ്പെട്ടമായ ഒരു പ്രൊഡക്റ്റാണ്. ഒന്നുമില്ലെങ്കിൽ നമുക്കറിയാലോ, കേടുകൂടാതെ ഏത് പച്ചക്കറിയോടെ ഇരിക്കും 2-3 വർഷം. മത്തൻ കേടുകൂടാതെ മുറിച്ചില്ലെങ്കിൽ, കേടുകൂടാതെ 2-3 വർഷം അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ മത്തന്റെ കരുത്ത് എത്രയെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ കരുത്ത് നമ്മളുടെ കരുത്തായി മാറണമെന്നുണ്ടെങ്കിൽ അത് പച്ചയോടെ കഴിക്കണം എന്ന് മാത്രം. ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാൻ വളരെ അധികം പ്രയോജനമുള്ളതാണ്.
മറ്റേത് കുക്കുംബർ നമുക്ക് കൃഷി ചെയ്യാവുന്നേ ഉള്ളൂ. ഒരുപാട് കൃഷി ചെയ്യാതിരുന്നാൽ മതി, 1-2 ചുവടുകൾ നിൽക്കാൻ ഒരു പ്രയാസവും ഇല്ല. കുക്കുംബറിന്റെ വിത്ത് നമുക്ക് മേടിക്കാൻ കിട്ടും. അതില് സ്നോ വൈറ്റ് എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. അത് സുഖമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. സ്നോ വൈറ്റ്, നല്ല വെള്ള നിറത്തിലുള്ള ഒരു കുക്കുംബർ ഉണ്ട്. ആ കുക്കുംബർ നമ്മളുടെ അസിഡിറ്റി മാറ്റാൻ ഉപകരിക്കുന്ന ഒന്നാണ്. ആ അസിഡിറ്റി മാറ്റിയെടുത്ത് കടിച്ചു തിന്നാലും മതി. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ ജൈവമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തൊലിയോടുകൂടി കടിച്ചു തിന്നാലും മതി, ജ്യൂസ് വേണ്ട. ഞാനിവിടെ പറയുന്നുണ്ട് ജ്യൂസ് കഴിക്കുക, ഒരു ജ്യൂസും വേണമെന്നില്ല, കടിച്ചു തിന്നാലും മതി. രാവിലെ വെറും വയറ്റിലും വൈകുന്നേരം 6 മണിക്കും രാത്രി കിടക്കുന്നതിന് മുമ്പും കുറച്ച് കഷ്ണം കടിച്ചു തിന്നുക. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സകലരും ഇത് കൊണ്ടുപോവുകയും കഴിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ കുക്കുംബർ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പൈനാപ്പിൾ അതിപ്രധാനമായ ഒരു പ്രൊഡക്റ്റാണ്, ഒരു ഫുഡാണ്, ഒരു ഫ്രൂട്ടാണ്. പൈനാപ്പിളും കൃഷി ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതിന്റെ തല 3-4 ഒരു കുഴി കുഴിച്ചിട്ട് 3-4 അതിന്റെ 4 വശത്തായിട്ട് കുത്തിവെച്ച് അതിന് നടുക്ക് വളം കിടന്നാൽ താനെ അവിടെ നിന്നുണ്ടായിക്കോളും. ഒരു സംരക്ഷണവും ഇല്ലാതെ താനെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് പൈനാപ്പിൾ. ബ്രോമാലിൻ, ബുദ്ധിവികസനത്തിന്റെ ഒരു ഘടകം. അയഡിനോടൊപ്പം തന്നെ വേണ്ടത് ഒരെണ്ണാണ് ബ്രോമാലിൻ. ഈ ബ്രോമാലിൻ തരാനായിട്ട് കഴിവുള്ള ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ. ആ പൈനാപ്പിളിലും നമുക്ക് ട്രേസ് എലമെന്റ്സ് മുഴുവൻ കയറ്റാം, സോഡിയം കയറ്റാം, പൊട്ടാസ്യം കയറ്റാം. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അകത്തിയാണ് ഇച്ചിരി പ്രയാസം എല്ലാവരും പറയുന്നത്. അത് പിടിപ്പിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. ശരിയാണ്, പിടിപ്പിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. നമ്മൾ സാധാരണ ചെടിക്ക് കൊടുക്കുന്നതിന്റെ ഇരട്ടി കക്കായുടെ പൊടി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ സാധാരണ ഒരു കുക്കുംബറിനോ മറ്റുള്ള ചെടികൾക്കോ നമ്മൾ കൊടുക്കുന്നത് ഒരു ചിരട്ടയാണെങ്കിൽ ഇതിനൊരു 3 ചിരട്ട കൊടുക്കേണ്ടി വരും. അപ്പൊ 3 ഇരട്ടി കക്കാപ്പൊടി കൊടുത്താൽ അകത്തി നമുക്ക് വളർത്താം. അകത്തി നേരത്തെ പറഞ്ഞ ചമ്മന്തിയിൽ അരച്ചു കൊടുത്താൽ ആഴ്ചയിൽ 2 ദിവസം കറിവേപ്പില വെക്കുന്നത് പോലെ ഈ ചമ്മന്തിയിൽ ഈ അകത്തി വെച്ച് അരച്ച് കഴിച്ചാൽ ആഴ്ചയിൽ 2 ദിവസം കഴിച്ചാൽ തൈറോയ്ഡ് രോഗം വരില്ല. ക്യാൻസർ വരാതിരിക്കാനുള്ള മുൻകരുതലാകും അത്. മുടി കൊഴിയില്ല, വണ്ണം വെക്കില്ല, വണ്ണം കുറയില്ല. അതായത് മന്ദബുദ്ധികളായ കുട്ടികൾ ജനിക്കില്ല. ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് അയഡിൻ. അയഡിനുള്ള ഏക ലീഫി വെജിറ്റബിൾ ആണത് അകത്തി. ഈ അകത്തിയുടെയും വിത്തുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വരുത്തി ഒരു ചെറിയ കൂടിനകത്ത് 5-10 വെച്ച് അയച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ആരെങ്കിലും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം. നമ്മൾ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി പ്രവൃത്തി പദത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ വർത്തമാനം പറഞ്ഞ് ചർച്ച ചെയ്ത് കാര്യങ്ങളിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ പ്രവൃത്തി പദത്തിലേക്ക് ഇറങ്ങിയേ മതിയാകും. അകത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ്. മറ്റത് പേര വേണം. കാരണം പേരക്ക ഡീടോക്സിഫിക്കേഷൻ, മനുഷ്യ ശരീരത്തിൽ നിന്നും പരമാവധി മാലിന്യങ്ങളെ വിറന്തള്ളാനുള്ള കഴിവ്, വിരയെപ്പോലും വയറ്റിൽ കിടക്കുന്ന വിരയെയും കൃമിയെയും പുറന്തള്ളാൻ പേരക്കായ്ക്ക് പറ്റും. അപ്പൊ ആ പേരക്ക വീട്ടിലുള്ളത് പറിച്ചു കൊടുത്താൽ നമുക്ക് പുറത്ത് ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഇന്ന് ഞാൻ വരണ വഴി കണ്ടു, ചുവന്ന് തുടുത്ത പേരക്ക മുറിച്ചു വെച്ചിട്ട് വഴിയോരങ്ങളിൽ ഇരിക്കുന്നു. ഇത് എന്നതാണെന്ന് ആർക്കെങ്ങനെ അറിയാം? അത് മുഴുവൻ വിഷം കുത്തി വെച്ചതായിരിക്കാം. കാരണം കേടുകൂടാതെ അത്ര ഭംഗിയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് തന്നെ ആകാനാണ് സാധ്യത. നമ്മുടെ വീട്ടിൽ തന്നെ പേര വളരാനുള്ള സംവിധാനം ചെയ്യണം. ആ പേരക്ക ഇപ്പൊ പേരക്ക കിട്ടാൻ പ്രയാസമായിരിക്കും. ചെടിയെടുക്കും, വാവലെടുക്കും. ആ പേരക്ക പ്രൊട്ടക്ട് ചെയ്യാൻ പണ്ടുള്ളവർ ചെയ്തിരുന്ന പോലെ 2 ചിരട്ട എടുത്ത് കടിപ്പിച്ച് ആരും തിന്നാതിരിക്കാൻ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാ വഴികളും പറഞ്ഞു തരും. ഒരു ചെടി സംരക്ഷിക്കേണ്ട സകല വഴികളും പറഞ്ഞു തരും. പക്ഷേ ലിസ്റ്റ് ചെയ്ത് ഈ സാധനങ്ങൾ മുഴുവൻ നമ്മൾ സംരക്ഷിച്ച് വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ തോട്ടത്തിൽ, നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വെള്ളഞ്ഞാവൽ ചെടി നഴ്സറികളിൽ നിന്നും കിട്ടും. ഒട്ടിച്ചതാണ് കിട്ടുക, ബഡ് ചെയ്ത് കിട്ടും. വെള്ളഞ്ഞാവൽ കൊണ്ടുവന്ന് പിടിപ്പിക്കുക. ഇനി ഇതെല്ലാം കൂടി ഇത് എവിടെ കൊണ്ട് പിടിപ്പിക്കുക? ടെറസിൽ പിടിക്കൂ. ഇതെല്ലാം
നല്ല കൂറ്റൻ മാവ്, ഒരു ടെറസിൽ വൈറ്റിലയിൽ ഒരു വീട്ടിൽ നിൽക്കുന്ന കൂറ്റൻ മാവ് നിറയെ കായ്ക്കുന്ന ഒരു 25 വർഷം പഴക്കമുള്ള വൻ മാവ് ഞാൻ കാണിച്ചു തരാം. ടെറസിൽ ഈ സാധനം മുഴുവൻ ടെറസിൽ പിടിപ്പിക്കാം, യാതൊരു മടിയും വേണ്ട. മണ്ണിൽ ചെയ്യാം, ടെറസ് ഉള്ളവർക്ക് ടെറസിലും ചെയ്യാം. പേര വേണം, വെള്ളഞ്ഞാവൽ വേണം. വെള്ളഞ്ഞാവൽ അതായത് വെള്ള നിറമുള്ള പഴങ്ങൾ, വെളുത്ത നിറം, ബുദ്ധിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഏതോ വിധത്തിൽ. ഏത് വിധത്തിലാണെന്ന് അറിയില്ല, പക്ഷെ ഏതോ വിധത്തിൽ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് വെള്ള ഞാവല് പോലെ തന്നെയാണ് നമ്മുടെ പനനീർ ചാമ്പ, കേരളത്തിന്റെ ചാമ്പ, പനനീർ ചാമ്പ. അത് വലിയ മരാണ്, അത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, പേര വേണം, വെള്ള വേണം. അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട്. ഇത്രയും സാധനങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇതിൽ 1 by 1 ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വേണ്ടത് താനെ കിളുത്ത് വരുന്ന ഒരുപാട് ചീരകളുണ്ട്. ഇപ്പൊ സാമ്പാർ ചീര കിളുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും പോവില്ല, അത് ഒരിക്കലും പോവില്ല. ആ സാമ്പാർ ചീര, അതായത് ഒരുപാട് സംരക്ഷണം വേണ്ടതിനായിട്ട് ആദ്യം എടുത്ത് ചാടരുത്. ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഇനങ്ങളില് ആദ്യം നോക്കുക. അതിൽ ഒന്നാം തരമാണ് ഈ സാമ്പാർ ചീര. ഈ സാമ്പാർ ചീര അതിന് കിഴങ്ങുണ്ട്. എല്ലാ വർഷവും അത് പൊട്ടിമുളച്ച് വന്നു വരും. പൂ കുത്തുന്നതിന് മുമ്പ് ഒടിച്ചെടുത്ത് മുറത്തിൽ നിരത്തി അല്ലെങ്കിൽ പേപ്പറിൽ നിരത്തി രാവിലെ ഇടുക, വൈകുന്നേരം തോരൻ വെക്കുക. അതിനൊരു കിളുകിളുപ്പുണ്ട്, അത് മാറിക്കിട്ടും. തോരൻ വെച്ച് വയ്ക്കുക. വേലെടുക്കാതെ ഒരു പണിയും ചെയ്യാതെ കിളുത്ത് വരുന്ന സാധനങ്ങളാണ്. ഇങ്ങനത്തെ സാധനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ, അധികം ബുദ്ധിമുട്ടില്ലാത്ത സാധനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ നമുക്കൊരു നല്ല സൂപ്പർ അടുക്കളത്തോട്ടം ഉണ്ടാകും. മിച്ചം വരുന്നത് എടുക്കാൻ ആള്, നിങ്ങൾ ഇന്നതാണ് ചെയ്യുന്നത് എന്നൊരു പബ്ലിസിറ്റി വന്നു കഴിഞ്ഞാൽ, ഇതെല്ലാം ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നൊരു പബ്ലിസിറ്റിയും കൂടി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ വീടുകളിൽ നിന്നും തിരക്കി വന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് പോകും. വെറുതെ കൊടുക്കരുത്. സാധാരണ രീതിയിൽ വെറുതെ കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. വീട്ടിൽ വരുമ്പോൾ എക്സസ് വന്നാൽ കൊടുക്കരുത്. ന്യായമായ വില വാങ്ങിയിട്ട് കൊടുക്കാവൂ, അങ്ങനെ കൊടുക്കാവൂ. ആർക്കെങ്കിലും പ്രസന്റേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അത് പ്രത്യേകം, അതൊരു പ്രസന്റേഷൻ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അല്ലാതെ ഇവിടെ ഉണ്ടാകണ മുഴുവൻ വെറുതെ കൊടുക്കുന്ന ഒരു സാഹചര്യം വേണ്ട. ഉണ്ടാക്കാനുള്ള അറിവ് അവർക്ക് പറഞ്ഞു കൊടുക്കാം, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വിത്ത് കൊടുക്കാം, ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ, ഈ 10-11 സസ്യങ്ങളുടെ ഗുണങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ മനുഷ്യരോട്. അതൊന്ന് നമ്മളൊന്ന് കഴിച്ചു നോക്കിയേ. അപ്പോഴാണ് നമ്മളുടെ മാറ്റം നമുക്ക് മനസ്സിലാവുക. നമ്മളുടെ കുട്ടികൾ, എനിക്ക് ഉറപ്പുണ്ട്, ലോകം കീഴടക്കുന്ന കുട്ടികളാകാൻ പോവുകയാണ് കേരളത്തിലെ കുട്ടികൾ. എവിടെ ചെന്നാലും നമ്പർ 1 ആവുകയും ചെയ്യും അവര്. അത്ര കഴിവുള്ളത് വേണമെന്നുണ്ടെങ്കിൽ സോഡിയം പൊട്ടാസ്യം എക്സ്ചേഞ്ച്, ഓരോ കോശങ്ങളിലും സംഭവിക്കുന്ന സോഡിയം പൊട്ടാസ്യം എക്സ്ചേഞ്ച് വളരെ കൃത്യതയോടെ നടത്താൻ നമുക്ക് പറ്റും. നമ്മളെ ചമ്മന്തിയും നല്ല കരിമ്പിൻ ജ്യൂസിനകത്ത് കടൽ വെള്ളം കൊടുത്ത തക്കാളിയും കടൽ വെള്ളം കൊടുത്ത കരിമ്പും കടൽ വെള്ളം കൊടുത്ത മത്തങ്ങയും ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നമ്പർ 1 ആകുമെന്നുള്ള കാര്യത്തിൽ ആരും സംശയിക്കേണ്ട. ഫിസിക്കൽ ബോഡി കറക്റ്റ് ചെയ്യണം. മേക്ക് യുവർ ബോഡി ഡിവൈൻ, ദെൻ വി വിൽ ബിക്കം ഡിവൈൻ. ആദ്യം ഡിവൈൻ ആകേണ്ടത് നമ്മളുടെ ബോഡിയാണ്. രോഗഗ്രസ്തമായ ഒരു ബോഡിക്ക് ഡിവൈൻ ആകാൻ പറ്റില്ല. ഡിവൈൻ ആകണമെന്നുണ്ടെങ്കിൽ ബോഡി ഡിവൈൻ ആക്കണം. ബോഡി ഡിവൈൻ ആകണമെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തോടെ നിൽക്കണം. ആരോഗ്യത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും അതിന് കിട്ടണം. രോഗം വരാത്ത പ്രതിരോധം അതിനുണ്ടാവണം. എങ്കിലേ ബോഡി ഡിവൈൻ ആവും. അപ്പൊ ബോഡി ഡിവൈൻ ആക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയായി ഡിവൈൻ മദറിന്റെ പച്ചക്കറിത്തോട്ടം, അതായത് പച്ചക്കറിത്തോട്ടം, അടുക്കളത്തോട്ടം ബോഡി ഡിവൈൻ ആക്കാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശത്തിൽ അവരെല്ലാം ഡിവൈൻ മദറല്ലേ ചെയ്യണ്ടേ? ഡിവൈൻ മദറാണ്. ഡിവൈൻ മദറിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, സാറേ ഡിവൈൻ മദർ പോരാ, ഞങ്ങളുടെ എറണാകുളത്ത് ഡിവൈൻ ഫാദറും കൂടി വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ ഈ ഡിവൈൻ ഫാദറിന്റെ ജോലി പച്ചക്കറി തോട്ടത്തിലോട്ട് കൂടി ഇറങ്ങുക എന്നുള്ളതായിരിക്കും. എല്ലാ ഡിവൈൻ ഫാദർമാരും പച്ചക്കറി തോട്ടത്തിൽ കിളക്കാനും എടുക്കാനും കരിയിലകളെ മുഴുവൻ വാരിക്കൂട്ടി പച്ചവെള്ളം തളിച്ച് ചാക്കിനകത്ത് കെട്ടി തണലത്തിട്ടേക്കുക. ഒന്നും ചെയ്യണ്ട. മുറ്റത്ത് അടിച്ചെടുക്കുന്ന ചപ്പുചവറുകൾ മുഴുവൻ പച്ചവെള്ളം തളിച്ച് കാലിച്ചാക്കിനകത്ത് കെട്ടി തണലത്തിട്ടേക്കുക. 6 മാസം കഴിയുമ്പോൾ അത് കുടഞ്ഞിട്ട് ചട്ടിയിൽ നിറച്ചാൽ, ചെടിയിൽ നട്ടാൽ എന്തും വിളയും. ഇച്ചിരി പച്ച ചാണകമോ കോഴിക്കാഷ്ടോ ആട്ടുംകാഷ്ടോ ഇച്ചിരി കപ്പലിന്റെ പിണ്ണാക്കോ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. കഴിച്ചു കൊടുത്താൽ ഇതെല്ലാ സാധനവും നമുക്ക് കിട്ടും. എന്തും വിളയിക്കാം. നമുക്ക് എന്തും വിളയിക്കാം. എത്രമാത്രം ന്യൂട്രീഷൻസ് ചേർക്കാമോ അതെല്ലാം ചേർക്കാനുള്ള അറിവ് ഇന്ന് ജൈവ കൃഷി നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഡിവൈൻ മദർ ഗ്രൂപ്പ്, ഡിവൈൻ മദറിൽ നിൽക്കുന്ന സകലരും ബോഡി ഡിവൈൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായി കണ്ട് ഇതിലേക്ക് ഇറങ്ങുക. അതായത് അടുക്കളത്തോട്ടത്തെ പദ്ധതിയിലേക്ക് സജീവമായിട്ട് ഇറങ്ങുക. അതിൽ നിന്നും ആർക്കെങ്കിലും ഇപ്പൊ മധുരക്കിഴങ്ങ് കൃഷി ചെയ്താൽ പെട്ടെന്നൊന്നും കേടായി പോവില്ല. അതെടുക്കാനുള്ള സംവിധാനം, അതിന് ന്യായമായ വില തരാം. അതിന് ന്യായമായ വില എടുക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. മധുരക്കിഴങ്ങിന്റെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോവുകയാണ്. മധുരക്കിഴങ്ങും മില്ലറ്റും കൂടി ചേർന്ന് ന്യൂഡിൽ ഇറക്കുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞു, അതിന്റെ ട്രയൽ ഇറങ്ങിക്കഴിഞ്ഞു. കുട്ടികൾ ഇഷ്ടം പോലെ വാരി കഴിക്കും ആ നൂഡിൽസ്. കാരണം നമ്മൾ കുട്ടികൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗുണപരമായ സാധനം നല്ല സ്വാദോടുകൂടി അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രൊഡക്റ്റ് ആക്കി നമുക്ക് ഇറക്കണം. അപ്പൊ അതുകൊണ്ട് ഈ മാതിരി സാധനങ്ങൾ മുഴുവൻ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. മാർക്കറ്റ് കൂടുതൽ എക്സസ് വരും, യാതൊരു സംശയമില്ല. ഇതിനകത്തോട്ട് ഇറങ്ങി വരുമ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റ് വരും. അപ്പൊ നമ്മൾ പുതിയ പുതിയ വഴികൾ നേടും. കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യും. ഇതാണ് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ടത്. പ്രഗ്നൻസി ആളുകൾക്ക് ഇതെല്ലാം ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ്. സൗജന്യമായിട്ട് ഈ ഹോം ഷോപ്പിക്കാരുടെ കയ്യിൽ ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഹോം ഷോപ്പിക്കാർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സൗജന്യമായി അവരുണ്ടാക്കുന്ന ഈ കടൽ വെള്ളം ഒഴിച്ചുണ്ടാക്കുന്ന തക്കാളി അവരുടെ ചുറ്റുവട്ടത്ത് 100 വീട് കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കണം. ഒരു ഹോം ഷോപ്പിൽ 100 വീടുകളെ അവരുടെ ചുറ്റുവട്ടത്ത് കോണ്ടാക്ട് ചെയ്തിരിക്കണം. ഈ 100 വീടിൽ അവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഗർഭിണികളുണ്ടെങ്കിൽ സൗജന്യമായി ഈ തക്കാളി എത്തിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. എത്തിക്കും. അത് നമ്മളുടെ മെസ്സേജ് പകരാനുള്ളതാണ്. ഡിവൈൻ മദറിന്റെ മെസ്സേജ് നമുക്ക് പകരണമെന്നുണ്ടെങ്കിൽ ഈ സാധനം സൗജന്യം, വലിയ ചിലവൊന്നും ഉണ്ടാവില്ല. നമുക്ക് അര കിലോ തക്കാളി ഉണ്ടാക്കി പ്രഗ്നന്റ് ആയ ഒരു കുട്ടികളുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് ഇത് ഇന്ന തക്കാളിയാണ്, ഇതിനകത്ത് ഫോളിക് ആസിഡ് ഉണ്ട്, ഇതിനകത്ത് എല്ലാ ട്രേസ് എലമെന്റും ഉണ്ട്, കുഞ്ഞിന്റെ ഗർഭപാത്രത്തിലെ ഗർഭിണിയായ പെണ്ണിന്റെ ഗർഭപാത്രത്തിലെ ജലത്തിന്റെ ക്വാളിറ്റി നിലനിർത്താൻ ഇതിന് പറ്റും എന്ന് പറഞ്ഞാലുണ്ടാകുന്ന ഇമ്പാക്റ്റ് എത്ര വലുതായിരിക്കും. ആളുകൾ തിരക്കി വന്ന് സാധനം മേടിച്ചോളുകയല്ലേ. അതുകൊണ്ട് ടീച്ചറിനെ വളരെയധികം അഭിനന്ദിക്കുന്നു. നമ്മളുടെ ഇതിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. എല്ലാവരും സജീവമായിട്ട് ഇറങ്ങുക. എന്താണ് സഹായം വേണ്ടതെന്ന് പറഞ്ഞാൽ പറയുക, നമ്മൾ വളരെ രീതിയിൽ എത്തിച്ചു തരുന്നതാണ്. ഓക്കെ, തൽക്കാലത്തേക്ക് ഇത്രയും പോരെ. സമയം കടന്നു പോയിരിക്കുന്നു. ഇച്ചിരി താമസിച്ച് തുടങ്ങിയത് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു ക്ലാസ്. വളരെ സന്തോഷം സർ. ഇപ്പൊ സമയം ഇത്രയും അതിക്രമിച്ചത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കോഹോസ്റ്റ് ആയിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഒന്ന് സാറിനോട് സംസാരിക്കാം. ഗ്രോ ബാഗ് ഒക്കെ ഒരുക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും സർ. ഗ്രോ ബാഗ് തോന്നിയതുപോലെ അങ്ങോട്ട് ഉണ്ടാക്ക്. ഇതൊന്നും പഠിക്കാനില്ല, ചെയ്ത് പഠിക്കേണ്ട സാധനമാണ്. മണ്ണും ഞാൻ പറഞ്ഞില്ലേ, കരിയിലകൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, കരിയിലകൾ അടിച്ചു കിട്ടുന്ന മുറ്റത്ത് വരുന്ന കരിയിലകൾ പച്ചവെള്ളം തെളിച്ച് ചാക്കിനകത്ത് കെട്ടി തണലത്തിട്ട് അട്ടിവെക്കുക. ഒരു 60 ദിവസം കഴിയുമ്പോൾ അത് കുടഞ്ഞിട്ട് ഇച്ചിരി പച്ചച്ചാണകവും ഇച്ചിരി കോഴിക്കാഷ്ടവും ഇച്ചിരി ആട്ടുംകാട്ടവും പിന്നെ ഇച്ചിരി കപ്പലിന്റെ കടലപ്പിണ്ണാക്കും കുറച്ച് കക്കാപ്പൊടിയും കൂടി ഇട്ട് അതിനകത്ത് ഗ്രോ ബാഗിനകത്തോട് നിറക്കുക. അല്ലാതെ വേറെ ഒന്നുമില്ല. ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള വലിയ കാര്യമൊന്നുമില്ല.
ഇതെല്ലാം പഠിപ്പിച്ചു തരാം. എത്ര പേർ തയ്യാറുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത് എനിക്ക്. എത്ര പേർ ഇതിന് തയ്യാറാവുന്നു? സോമനസാലി നമ്മുടെ ഉദ്ദേശം മനസ്സിലാക്കി ഇതിലേക്ക് ഇറങ്ങി വരിക. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് തരും. കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ്, അതിനെപ്പറ്റി സംശയിക്കേണ്ട. കാരണം നമ്മൾ 2011 മുതൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഓർഗാനിക് ഫാമിങ്ങിന്റെ കോഴ്സ് വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊരു പ്രയാസവും ഇല്ല. ഓരോരുത്തരും തയ്യാറായി മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഭാവിയിൽ ക്ലാസ്സുകൾ തരാം. ഇതിനൊന്ന് മാനസികമായി തയ്യാറെടുപ്പ് ആദ്യം നടത്തുക. മാനസികമായി ഇതാണ് നമുക്ക് വേണം എന്നൊരു തയ്യാറെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കി തരാം. പോരെ? ഓക്കെ. ആരോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, മാനേജ് ചെയ്യാൻ തോന്നുന്നു. പൊടിയുടെ കാര്യം പറയാൻ. കക്കപ്പൊടി എവിടെന്നാ കിട്ടാന്ന്? കക്കാപ്പൊടി എവിടുന്നാണ് കിട്ടണമെന്നുള്ളതിന്റെ നമ്പർ തന്നേക്കാം. നേച്ചർ ഓർഗാനിക്സില് ചാലക്കുടിയിൽ ഞാൻ പോയിരുന്നു. അവിടെ കിട്ടുമോന്ന്? ഇല്ല, നിങ്ങൾ എവിടെയാണ് കിട്ടുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണോ ഹോം ഷോപ്പിയുടെ വീട്ടമ്മയുള്ളത് അവിടെ നിന്നും വാങ്ങാം. നിങ്ങൾക്ക് ഈ നമ്പറിൽ എല്ലാവരും ബന്ധപ്പെടുക. ആര്യയുടെ നമ്പര് 75 93 07 11 00. ഒന്നുകൂടി ഞാൻ പറയാം, 75 93 07 11 00. ആര്യ എന്നാണ് പേര്. ഇത് കസ്റ്റമർ കെയർ ആണ്. ഈ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ ആരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഇത് വർക്കിംഗ്